ശങ്കർ, പപ്പൻ, ടോണി ലൂയിസ്. പല സ്ഥലങ്ങൾ, പല സിറ്റുവേഷൻസ്, പല പേരുകൾ. നാട്ടിലെ പോലീസുകാരെയും കള്ളപ്പണക്കാരെയും വട്ടം ചുറ്റിക്കുന്ന കള്ളനായ നായകൻ. ഈ റോബിൻഹുഡ് മോഡൽ കഥാപാത്രവും സിനിമയും ഹോളിവുഡിൽ മുതൽ മലയാളത്തിൽ വരെ പല കുറി വന്നിട്ടുണ്ടെങ്കിലും സത്യനന്ദിക്കാട് ഒരുക്കിയ കളിക്കളവും അതിലെ മമ്മൂട്ടിയുടെ കള്ളൻ കഥാപാത്രവും അല്പം സ്പെഷ്യലാണ്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ട് ഒന്നിച്ചിട്ടുള്ളതെങ്കിലും ആ സിനിമകളെല്ലാം എപ്പോൾ TV യിൽ വന്നാലും മടുപ്പില്ലാതെ കാണാൻ കഴിയുന്നവയാണ്. അതിൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് വാച്ച് വാല്യുള്ള സിനിമയായിരിക്കും കളിക്കളം. വളരെ ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങുമായ ഹൈസ്റ്റ് പ്ലോട്ടും അതിനോട് നീതി പുലർത്തുന്ന സത്യനന്ദിക്കാടിന്റെ മേക്കിങ്ങുമാണ് അതിന് പ്രധാന കാരണം. സ്ഥലം മാറി വരുന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. നാട്ടിലെ പ്രധാന കള്ളന്മാരെയും പ്രശ്നക്കാരെയും എല്ലാം ഒതുക്കുന്ന ആ ഓഫീസറെ തന്നെ പറ്റിച്ചുകൊണ്ട് നടത്തുന്ന മോഷണത്തിലൂടെയാണ് നായകന്റെ ഇൻട്രോ. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നായകൻ പല വേഷങ്ങളിൽ നടത്തുന്ന മോഷണങ്ങളും അയാളും പോലീസും തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമുമാണ് സിനിമയിലുടനീളം. കളിക്കളം മമ്മൂട്ടിക്ക് ഒരു ടൈലേർഡ് ആയിട്ടുള്ള സിനിമയാണെന്ന് തന്നെ പറയാം. സിനിമയിലെ ഒരു രംഗത്തിൽ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം ശോഭനയുടെ മുറിയിലേക്ക് ഓടിക്കയറുന്നുണ്ട്. ഈ രംഗം മാത്രം നോക്കിയാൽ മതി. താനൊരു കള്ളനാണെന്ന് മനസ്സിലാകാതിരിക്കാൻ സ്പോണ്ടേനിയസ് ആയി ഉണ്ടാക്കുന്ന ആ ലവ് സ്റ്റോറിയും ടോണി ലൂയിസ് എന്ന പേരുമൊക്കെ കാണുന്ന പ്രേക്ഷകരിൽ ചിരി ഉണർത്തും. കുറച്ച് ഹ്യൂമറസ് ആയ, പ്ലേഫുൾ ആയ, അല്പം സ്റ്റൈലിഷ് ആയ കഥാപാത്രമാണ് ഇതിൽ മമ്മൂട്ടിയുടേത്. അതിനിണങ്ങും വിധം കളർഫുള്ളായ കോസ്റ്റ്യൂംസാണ് കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ജെൻസി പിള്ളേർക്ക് പോലും കണ്ണും പൂട്ടി അനുകരിക്കാൻ പറ്റുന്ന സ്റ്റൈലിഷായ കോസ്റ്റ്യൂംസ്. സത്യനന്ദിക്കാടിന്റെ മറ്റു നായകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു കളിക്കളത്തിലെ നല്ലവനായ കള്ളൻ. മറ്റു നായകന്മാർ സാമൂഹിക വ്യവസ്ഥിതിക്ക് മുന്നിൽ പലതരത്തിൽ നിസ്സഹായരായി നിന്നവരാണെങ്കിൽ ഇവിടെ ചുറ്റുമുള്ള അനീതിക്കെതിരെ നായകൻ പ്രതികരിക്കുകയാണ് അയാളുടേതായ രീതിയിൽ. മറ്റ് നായകന്മാർക്ക് വ്യക്തമായ പശ്ചാത്തലങ്ങൾ നൽകിയപ്പോൾ ഇവിടെ നായകൻ ഒരു പേര് പോലും നൽകിയില്ല. എന്നാൽ സിനിമയുടെ അവസാന രംഗങ്ങളിൽ അയാൾ എന്തിനൊരു കള്ളനായി എന്ന് ഒറ്റ മോണോലോഗിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആരും കള്ളനായി ജനിക്കാറില്ല സാർ, സാഹചര്യങ്ങളാൽ കള്ളനാക്കപ്പെടുകയാണ്, ഞാനും അങ്ങനെ തന്നെ എന്ന് കോടതി മുറിയിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി പറയുമ്പോൾ അയാളുടെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയും. നായകനെ പോലെ പ്രേക്ഷകരുടെ ഉള്ളിൽ കയറുന്ന സഹകഥാപാത്രങ്ങളെന്നും സത്യനന്ദിക്കാടൻ സിനിമകളുടെ ഹൈലൈറ്റ് ആണ്. ഇന്നസെന്റിന്റെ മന്ത്രിയും ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ദേവസിയും CI പോളിന്റെ അമ്പലക്കാടനും കൃഷ്ണനുമെല്ലാം അത്തരം കഥാപാത്രങ്ങളാണ്. ഇവരുടെ തമാശ രംഗങ്ങൾ ഈ സിനിമയെ എൻഗേജിങ് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതുപോലെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ജമാൽ. നായകന്റെ കഥയിലേക്ക് കടന്നു വരുന്ന ഈ കഥാപാത്രവും അയാളുടെ ഇന്നസെൻസും അയാളുടെ ചുറ്റുപാടുകളും പ്രേക്ഷകരെ ഇമോഷണലായി ടച്ച് ചെയ്യുന്നുമുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് മുരളിയുടെ ശേഖരൻ എന്ന പോലീസ് കഥാപാത്രത്തെക്കുറിച്ച്. നായകനും വില്ലനുമായും സുഹൃത്തുക്കളായും പലകുറി ഒന്നിച്ചിട്ടുള്ളവരാണ് മമ്മൂട്ടി, മുരളി കോംബോ. അവർക്കിടയിലെ കള്ളനും പോലീസും കളി അത് ഈ സിനിമയിലെ രസച്ചരടുകളിൽ പ്രധാനം തന്നെ. SN സ്വാമിയാണ് കളിക്കളത്തിന് തിരക്കഥയൊരുക്കിയത്. സത്യനന്ദിക്കാടിനൊപ്പം അങ്ങനെ ചേർത്ത് കേട്ടിട്ടില്ലാത്ത പേരാണ് SN സ്വാമിയുടേത്. ഒരാൾ ചിരിയുടെയും ഫീൽ ഗുഡിന്റെയും മാസ്റ്റർ ആണെങ്കിൽ മറ്റേയാൾ ത്രില്ലറുകളിൽ അഗ്രഗണ്യൻ. ഇങ്ങനെ ഒരു കോംബോ ഒന്നിച്ചത് കൊണ്ട് തന്നെയാകണം കോമഡിയും അർബൻ ത്രില്ലറും ചേർന്നൊരു യുണീക്ക് സ്വഭാവം ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയിൽ ആകെ 2 ഗാനങ്ങളാണുള്ളത്. ജോൺസൺ മാസ്റ്റർ ഒരുക്കി ഈ 2 ഗാനങ്ങളും ഇപ്പോൾ കേട്ടാലും ഫ്രഷ്നെസ് തോന്നിപ്പിക്കുന്നവ തന്നെ. അതിൽ തന്നെ ആകാശഗോപുരം എന്ന ഗാനം ഏറെ ശ്രദ്ധേയമാണ്. G വേണുഗോപാലിന്റെ ശബ്ദവും പഴയ കൊച്ചിയുടെ ദൃശ്യഭംഗിയും അതിനൊപ്പം മമ്മൂട്ടിയും പോലീസുകാരും തമ്മിലുള്ള ഫൺ നിറഞ്ഞ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേയും ചേരുമ്പോൾ ആ ഗാനം എത്ര കണ്ടാലും മടുക്കാത്ത ഒന്നായി മാറുന്നു. ഈ അടുത്ത് Q സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സത്യനന്ദിക്കാട് പറയുകയുണ്ടായി, കളിക്കളത്തിലെ കള്ളനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലുണ്ട്. ഈ ചില സമയത്ത് ഒരു തോട്ട് തോന്നി കളിക്കളത്തിന്റെ 2ാം ഭാഗം എന്നല്ലാതെ, പക്ഷെ കളിക്കളത്തിലെ കള്ളനെ ഒരു പ്രാവശ്യം കൂടി മമ്മൂട്ടിയിലൂടെ ആ ഒരു തോട്ട് ഇപ്പോഴും ഉണ്ട്. ചിലപ്പോ നമ്മൾ ചെയ്തേക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ ചെയ്തേക്കാം. ഞാൻ മമ്മൂട്ടിയോട് ഒരിക്കൽ പറയും ചെയ്തു, നമുക്ക് കളിക്കളത്തിലെ കള്ളൻ അവന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രായമായാലും കുഴപ്പമില്ല, പേരില്ലാത്ത അതേ സെയിം ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അയാൾക്ക് ഇപ്പോ അന്നത്തേനേക്കാളും മമ്മൂട്ടിക്ക് ഒരു പ്രായത്തിന് മാറ്റം ഉണ്ടെങ്കിൽ നമുക്കതിൽ വിരോധമില്ല. അതൊരു സരസമായ തോട്ടാണ്. ചിലപ്പോൾ സിനിമയായിരിക്കും. അതെ, പ്രായത്തിൻ്റെതും കാലഘട്ടത്തിൻ്റെതുമായ മാറ്റങ്ങളോടെ അയാൾ തിരിച്ചു വന്നാൽ അതൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും. സത്യൻ സാറിന്റെ ഈ സരസമായ ആലോചന എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ടോണി ലൂയിസിനും പപ്പനും ഗൗതമനും അപ്പുറം കൂടുതൽ പേരുകളുമായി അയാൾ തിരിച്ചു വരട്ടെ.